തിരുവനന്തപുരം നെടുമങ്ങാട് ആളുമാറി ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ്. കാക്കി മലപ്പുറം അരീക്കോട് SOG കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കൊണ്ടോട്ടി ഡിവൈഎസ്പി സേതുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം SOG ക്യാമ്പിൽ പരിശോധന നടത്തി. ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കരും സ്ഥലത്തെത്തിയിരുന്നു. അതിനിടെ ഡിസംബർ 16 തുടങ്ങിയിരുന്ന റിഫ്രഷൻ കോഴ്സ് നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് SOG ക്യാമ്പിൽ സ്വയം വെടിയുതിർത്ത് കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്തത്. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. സുഹൃത്തിന് അയച്ച വാട്സാപ്പ് മെസ്സേജിലും മേലുദ്യോഗസ്ഥർക്ക് അയച്ച കത്തിലും ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഇതോടെയാണ് വിനീതിന്റെ മരണം അന്വേഷിക്കാൻ കൊണ്ടോട്ടി ഡിവൈഎസ്പി സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചത്. ഇന്ന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം SOG ക്യാമ്പിൽ പരിശോധന നടത്തി. ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറും സ്ഥലത്തെത്തി പരിശോധിച്ചു. വിനീത് ആത്മഹത്യ ചെയ്ത ശൗചാലയം, താമസിക്കുന്ന ഇടം, പരിശീലന കേന്ദ്രം എന്നിവയെല്ലാം പരിശോധിച്ചു. വരും ദിവസങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഇതിനിടെ ഡിസംബർ 16 മുതൽ ആരംഭിക്കേണ്ടിയിരുന്ന റിഫ്രഷർ കോഴ്സ് നിർത്തിവച്ചു. കമാൻഡോ വിനീതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് മുൻപ് നടത്തിയ റിഫ്രഷർ കോഴ്സ് പരാജയപ്പെട്ടതാണ്. ഇതിൽ പരാജയപ്പെട്ടവർക്കായിരുന്നു ഡിസംബറിലെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന അതികഠിന പരിശീലനം ഉൾപ്പെട്ട റിഫ്രഷർ കോഴ്സിൽ പങ്കെടുക്കേണ്ടതിനാൽ വിനീത് ഡിസംബറിൽ ആവശ്യപ്പെട്ട അവധിയും ലഭിച്ചിരുന്നില്ല. വിനീതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇക്കാര്യങ്ങളാണെന്ന് മലപ്പുറം SP-യും സ്ഥിരീകരിച്ചിരുന്നു. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ്. ചേലോങ്കര സ്വദേശി അമ്പാടി സുരേഷിനെ കൊലപ്പെടുത്തിയ മന്ദമരുതിയിൽ എത്തിച്ചാണ് പ്രതികളുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. കൃത്യത്തിൽ നേരിട്ടുൾപ്പെട്ട ഒന്നാം പ്രതി അരവിന്ദ്, രണ്ടാം പ്രതി അജോ, മൂന്നാം പ്രതി ശ്രീകുട്ടൻ എന്നിവരെയാണ് സംഭവ സ്ഥലത്തെത്തിച്ചത്. മുഖ്യപ്രതി അരവിന്ദ് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. അക്സം കലീമാണ് കേസിലെ 4ാം പ്രതി. സംഘർഷത്തിൽ ആളുകളെ പ്രകോപിച്ചിറക്കിയത് അക്സമായിരുന്നു. പ്ലാച്ചേരി ഭാഗത്തു നിന്നുമാണ് പ്രതികൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. അമ്പാടി സുരേഷിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം വാഹനം ദേഹത്തുകൂടി കയറ്റിയിറക്കി നിർത്താതെ പോയി. പ്രതികൾ ഇതെല്ലാം പോലീസിനോട് വിവരിച്ചു. 7 മിനിറ്റോളം നീണ്ടുനിന്ന ആദ്യഘട്ട തെളിവെടുപ്പിന് ശേഷം പ്രതികളെ തർക്കം നടന്ന ബിവറേജസ് കോർപ്പറേഷന് മുന്നിലേക്ക് കൊണ്ടുപോയി. തെളിവെടുപ്പ് നടക്കുന്നതറിഞ്ഞ് സ്ഥലത്ത് നിരവധി ആളുകളും തടിച്ചുകൂടി. പോലീസ് കനത്ത സുരക്ഷയൊരുക്കിയാണ് പ്രതികളെ സ്ഥലത്ത് എത്തിച്ചത്. റാന്നി ബെവറേജിന് സമീപം കൊല്ലപ്പെട്ട അമ്പാടി സുരേഷിന്റെ കൂട്ടരും പ്രതികളുടെ സംഘവും തമ്മിലുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അമ്പാടി ആദ്യ സംഘർഷത്തിൽ ഉണ്ടായിരുന്നില്ല. റാന്നിയിലെ സംഘർഷത്തിന് ശേഷം കൊലപാതകം നടന്ന മന്ദമരുതിയിലേക്ക് അമ്പാടി സുരേഷിനെ സുഹൃത്തുക്കളും സഹോദരങ്ങളും വിളിച്ചു വരുത്തുകയായിരുന്നു. വാക്കുതർക്കത്തിനപ്പുറം കൊലപാതക കാരണമായ മറ്റ് മുൻവൈരാഗ്യങ്ങളില്ലെന്നും കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രതികൾ അമ്പാടി സുരേഷിനെ കാറിടിപ്പിച്ച് വീഴ്ത്തിയതെന്നുമാണ് പോലീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ജനം, പത്തനംതിട്ട. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമലയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ വെട്ടി പരിക്കേൽപ്പിച്ചു. കരിങ്ങ സ്വദേശി തുളസീധരൻ നായരെയാണ് 4-അംഗ സംഘം ആക്രമിച്ചത്. ആളുമാറിയായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ തുളസീധരനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. കരിങ്ങയിലെ സെന്റ് തോമസ് പള്ളിക്ക് സമീപത്ത് റബ്ബർ ടാപ്പിങ്ങിനായി പതിവ് പോലെ പോയ തുളസീധരൻ നായരെ 4-അംഗ സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു. ഓട്ടോ ഡ്രൈവറായ സന്തോഷാണോ എന്ന് ചോദിച്ച ശേഷമായിരുന്നു ആക്രമണം. തുളസീധരന്റെ കഴുത്തിനും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു.
നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതോടെ അക്രമികൾ രക്ഷപ്പെട്ടു. ഒരു അഞ്ച് കഴിയും ഒരു വിളി മുകളിലോട്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ വിളിയും കേട്ടുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു 3-4 പേര് ഓടും. പിന്നെ ഞാൻ മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ അണ്ണായി തുളസി അണ്ണായി രക്തത്തിൽ കുളിച്ച് കിടക്കും. ആളുമാറി വെട്ടിയതാണെന്നാണ് സംശയം. ആഴത്തിൽ മുറിവേറ്റ തുളസി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. വയനാട് പയ്യാമ്പള്ളിയിൽ വനവാസി യുവാവിനെ വലിച്ചിടിച്ച സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്ത പോലീസ്. കടിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശികളായ ഹർഷീദ്, അഭിരാം എന്നിവരെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 2 പേരെ കൂടി കണ്ടുകിട്ടാനുണ്ട്. അതേസമയം വനവാസി യുവാവ് മാതൻ ആശുപത്രി ചികിത്സയിൽ തുടരുകയാണ്. അന്വേഷണം പോലീസ് ഇതര ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനിടയ്ക്കാണ് 2 പേരെ അറസ്റ്റ് ചെയ്തത്. കണിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് അർഷിദ്, അഭിരാം എന്നിവരെ ബംഗളൂരുവിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പോകും വഴി മാനന്തവാടി പോലീസ് പിടികൂടുകയായിരുന്നു. മറ്റു 2 പ്രതികളായ വിഷ്ണു, നബീൽ കാമർ എന്നിവർക്കായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വനവാസി യുവാവായ മാതനെ 4 പേർ അടങ്ങുന്ന സംഘം കാറിൽ വലിച്ചിഴച്ചത്. കൂടൽക്കടവ് ചെക്ക് ഡാം കാണാനെത്തിയ ഇരുകൂട്ടർ തമ്മിലുണ്ടായ വാക്കേറ്റം തടയാനെത്തവെയാണ് സംഭവം. കുറ്റിപ്പുറം രജിസ്ട്രേഷനിലുള്ള സെലേറിയോ വാഹനത്തിലെത്തിയ യുവാക്കളാണ് മാതനെ റോഡിലൂടെ വലിച്ചിഴച്ചത്. വാഹനം നിർത്താതെ പോകുകയായിരുന്നു. അന്വേഷണത്തിൽ കണിയാമ്പറ്റ സ്വദേശി ഹർഷിദിന്റെ വീട്ടിൽ നിന്ന് പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാർ കണ്ടെത്തിയിരുന്നു. സാരമായി പരിക്കേറ്റ വനവാസി യുവാവ് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ജനം, വയനാട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കോട്ടയം സ്വദേശി ലക്ഷ്മി രാധാകൃഷ്ണനാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മെഡിക്കൽ കോളേജ് പോലീസ്. രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ലക്ഷ്മി. 20 വയസ്സായിരുന്നു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ താമസിക്കുന്ന സ്ഥലത്ത് ഫാനിൽ തൂങ്ങിയ നിലയിലാണ് ലക്ഷ്മിയെ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം പേയിങ് ഗസ്റ്റായി താമസിച്ചു വരികയായിരുന്നു. ലക്ഷ്മി ഇന്ന് ക്ലാസ്സിൽ പോയിരുന്നില്ല. സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചപ്പോൾ എടുക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റൂമിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയത്. സുഹൃത്തുക്കളും താമസിക്കുന്ന സ്ഥലത്തെ ജീവനക്കാരും ചേർന്നാണ് വാതിൽ തുറന്ന് ഉള്ളിൽ കയറിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ജനം, കോഴിക്കോട്. വടകര ചോറോട് 9 വയസ്സുകാരിയെ വാഹനമിടിച്ച കേസിലെ പ്രതി ഷജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 19ലേക്ക് മാറ്റി. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അപകടത്തിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ സമർപ്പിച്ചിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ ദിശാന ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ്. ഇക്കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അപകടശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന് നാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നൽകിയത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയായിരുന്നു ഇന്നലെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. തിരിച്ചറിയാനാകാത്ത വിധം മൃതദേഹമാന വികൃതമാക്കിയിരുന്നു. സംഭവം നടന്ന കൂട്ടമ്പുഴയിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം. ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ അപകടം നടന്ന അല്ലെങ്കിൽ കാട്ടാന ആക്രമണം നടന്ന കുട്ടമ്പുഴയിലെ ക്ലാച്ചേരിയിലാണ്. ഇവിടെ എന്റെ പിന്നിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഇന്നലെ രാത്രി എൽദോസിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഇന്നലെ രാത്രി ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് അഭിമുഖമായി കാണുന്ന ആ വഴിയിലൂടെ അദ്ദേഹം നടന്നു വരികയായിരുന്നു. ആ സമയത്താണ് പൊടുന്നനെ കാട്ടാനയുടെ മുന്നിൽ അദ്ദേഹം അകപ്പെടുന്നത്. ഇപ്പോൾ ഈ തിരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ പോലീസ് ഈ തിരിച്ച് കയറി വെച്ച് കെട്ടിയിരിക്കുന്ന ഈ സ്ഥലത്ത് ആ ഒരു പ്ലാസ്റ്റിക് കവർ കിടക്കുന്ന ആ ഒരു
സ്ഥലത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം എൽദോസ് നേരിട്ടത്. നടന്നു വരികയായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അവിടെ നിന്ന് നടന്നു വരുന്ന വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ മുമ്പിൽ പെടുന്നത്. നമുക്ക് ഈ വശത്ത് കാണുന്ന ഈ ഭാഗത്തായിട്ടാണ് കാട്ടാന ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഈ എൽദോസ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ കാട്ടാന മുമ്പോട്ട് വരികയും എൽദോസിനെ ആക്രമിക്കുകയുമായിരുന്നു. ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് എന്ന് തന്നെ പറയാം. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മേഖലയിലാകെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 6 മണിക്കൂറോളം സമയമെടുത്താണ് ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ നാട്ടുകാർ സംബന്ധിച്ചത്. പ്രധാനമായും അവർ ഉന്നയിച്ച ഒരു ആരോപണം ഇത്തരത്തിൽ നിരന്തരമായ പരാതികൾ വ്യാപകമായി ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ യാതൊരുവിധ നടപടിയും എടുക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റ് ജീവനക്കാരോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും മുമ്പോട്ട് വെച്ച ഒരു കാര്യം. അതിൽ വലിയ വീഴ്ച വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യവും. പ്രധാനമായും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അഭാവം അത് വലിയ രീതിയിൽ ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ട്രെഞ്ച് കുഴിക്കണം, അതുപോലെ തന്നെ ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതിനൊന്നും തന്നെ കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടുന്നുള്ള പ്രദേശവാസികൾ പറയുന്നത്. അതിന്റെ ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരു ജനരോക്ഷമാണ് ഇന്നലെ രാത്രിയിൽ ഈ പ്രദേശത്താകെ കണ്ടതും. ഇവിടെയുള്ള ഫെൻസിംഗിന്റെ ഒക്കെ അവസ്ഥ ഏകദേശം ഈ ഒരു രീതിയിലാണ്. പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഫെൻസിംഗ് എല്ലാം തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഇവിടെ ഈ വഴിവിളക്കുകളുടെ അഭാവം വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ്. അതായത് കത്തുന്ന 1-2 ലൈറ്റുകൾ മാത്രമാണ് ഈ ഒരു റോഡിലുള്ളത്. ഈ റോഡിൽ മറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ ഇല്ല. ഈ ഇരുട്ട് ഉണ്ടായിരുന്നത് വലിയ രീതിയിൽ ഈ ഒരു അപകടത്തിന് അല്ലെങ്കിൽ ഈ ഒരു കാട്ടാന ആക്രമണത്തിന് കാരണമായി എന്നുള്ളതാണ്. അതായത് അദ്ദേഹം എൽദോസ് നടന്നു വരുന്ന വഴിക്ക് ഈ വെളിച്ച സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് ആനയെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ആനയെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ആനയുടെ മുമ്പിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഇപ്പോഴും ആ ഒരു ജനകീയ രോക്ഷം അടങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ കളക്ടർ എത്തി വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം നടത്തിയ ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം അത് അംഗീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്താണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തു മാറ്റാൻ നാട്ടുകാർ സമ്മതിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ഈ ഒരു വനംവകുപ്പിന് അല്ലെങ്കിൽ സർക്കാർ ഇടപെടൽ അത് കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഏതായാലും ഇവിടുത്തെ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇവിടെ ഈ നിരന്തരമായി കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നിലവിൽ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആന മൃഗശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ബ്ലാവ്, ആന, അണ്ണ പിന്നെ ഇങ്ങനെയുള്ള ഇത് കാരണം ഒരു വിധത്തിലൂടെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ഇന്നലെ ഈ സംഭവം നടന്ന സമയത്ത് എത്തിയിരുന്നു ഇവിടെ? നടന്ന ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാനിവിടെ വന്നു അറിഞ്ഞപ്പോൾ. എങ്ങനെയാണ് ഈ റോഡിന്റെ ഒരു അവസ്ഥ എന്താണ്? വെളിച്ച സംവിധാനത്തിന്റെ അഭാവം ഉണ്ട്. ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വെള്ളം. മുമ്പ് ഇതുപോലെ മേഖലയിൽ കാട്ടാനാക്രമണം ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്ത്? നിങ്ങൾ ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനം വേണമെന്നാണ്? എല്ലാം പറയാറുള്ളത്. പക്ഷേ ചെയ്യാമെന്ന് പറയും എന്നും പറഞ്ഞിട്ട് അവര് ബാക്കി കാര്യങ്ങൾ നടത്തി. ഇന്നലെ 8 മണി 8:15 നടന്ന സംഭവമായി. ബോഡി എടുക്കാൻ ആംബുലൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ സമ്മതിച്ചില്ല. അവർ പറഞ്ഞ് തീരുമാനം ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ച് കളക്ടർ വരെ വരണമാണ്. കളക്ടർ, DFO, റേഞ്ച് ഓഫീസർ, MLA-മാർ, 2 MLA-മാർ, മാത്യു വെള്ളനാടൻ ഉൾപ്പെടെ ഇവിടെ വരണമാണ്. അതിനുശേഷമാണ് ഈ ബോഡി എടുക്കാൻ സംബന്ധിച്ചത്. അതുപോലെ ജനരോഷാർ. ഈ എൽദോസിനെ പരിചയമുണ്ട്? എൽദോസിന്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാഹചര്യം എന്ന് പറഞ്ഞാൽ അതുങ്ങൾ തീരെ പാവങ്ങളാണ്. ഒരു 5 സെന്റ് തലവൊരു വീട്, ഒരു വയസ്സ് എന്ന അപ്പുറം അവരെ കൊണ്ടൊന്നും കൂലിപ്പണി എടുത്ത് പോലും ജീവിക്കാൻ പറ്റും. അത്രയും ഇവനെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. പിന്നെ ഈ പെൻഷനുമൊക്കെ കിട്ടിയാൽ അതിന് കാര്യമില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അടിയന്തര ഇടപെടൽ മറ്റു തരത്തിലുണ്ടാകണമെന്നൊരു ആവശ്യമുണ്ടോ? അതായത് ഫെൻസിംഗ് ഉൾപ്പെടെ
ഇന്നലെ പറഞ്ഞ അതിനെ ഉറപ്പ് തന്നേ പിന്നെയാണല്ലോ ബോഡി എടുപ്പിച്ചത്. എൽദോസിന്റെ മൃതദേഹം ആദ്യം കാണുന്നത് എൽദോസിന്റെ സമീപത്ത് സമീപവാസി കൂടിയായിട്ടുള്ള മനീഷാണ് ഇപ്പോൾ ജനം ടിവിയോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഈ ഒരു കാഴ്ച ആദ്യം കാണുന്നത്? എങ്ങനെയായിരുന്നു? ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമായിരുന്നു. വർക്ക് കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഓട്ടോറിക്ഷ കൊണ്ടാണ് കൊണ്ടുവിട്ടിട്ട് റിട്ടേൺ സാധനങ്ങൾ എടുക്കാൻ കടയിൽ നിന്ന് എടുക്കാൻ മറന്നു. റിട്ടേൺ വന്നപ്പോഴാണ് ബോഡി ഇങ്ങനെ റോഡ് സൈഡിൽ അരികിൽ കിടക്കണ കാണുന്നത്. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ആ സമയത്ത് പേടി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരും ഇല്ലായിരുന്നു, പെട്രോള് വിളിച്ചില്ല. അങ്ങനെ അപ്പോഴാണ് ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിൽ വണ്ടി വെച്ച് അവിടെ നിന്നപ്പോഴാണ് ഓട്ടോക്കാർ വന്നപ്പോൾ ഓട്ടോക്കാരെ പിടിച്ചിട്ട് ഓട്ടോക്കാരോട് പറഞ്ഞു എന്നെ പോലെ ഒരു ബോഡി കിടക്കുന്നുണ്ട്, അങ്ങനെ വീട് വെച്ചാണെന്നൊന്നും ആളാരും അറിയില്ല എന്ന് പറഞ്ഞു തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിക്കുക. ആ ഒരു മൃതദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു കാണുമ്പോൾ ഉണ്ടായിരുന്നു? ആളെ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട്, തട്ടി കളിച്ചിട്ടുണ്ട്. ആളെ ശരിക്കും ചവിട്ടി വലിച്ച് ഒന്നുമില്ല. ആളെ ചെറുതായി മടക്കി വെച്ച പോലെ ഫീലായിരുന്നു. ഒന്നും അടുത്ത് പോലും ചെല്ലാൻ പറ്റില്ലായിരുന്നു. അതേപോലെയാണ് വയറിലെ പണ്ടും കൊണ്ട് അതൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു മൊത്തം. ഒന്നും ചെയ്യാനുള്ള അവസ്ഥയില്ല. ആ സമയത്ത് ഭയം തോന്നി? ആന ഉണ്ടായിരുന്ന ഭയം ഉണ്ടായിരുന്നോ ഉള്ളിൽ? അപ്പോഴാണ് ആനയുടെ ആ ഒരു ഫീല് മനസ്സിലായത്. ആന അതേപോലെയൊക്കെ ആക്രമിക്കുന്നു ഇപ്പോഴാണ്. ഞാൻ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇതറിയുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് ആന ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഉപദ്രവമൊന്നും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇതല്ലായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. എപ്പോഴും ഒരു പേടിപ്പിക്കുന്ന ഓർമ്മയായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും. ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് തന്നെ. അത് ഇതൊരു രാത്രി ടൈമിൽ ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടാവുന്നു. ആ സമയത്ത് ചെറിയൊരു പേടി ഉണ്ട് ഇപ്പോഴും. അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് ആളെ കിടക്കണ കണ്ടിട്ട് തന്നെ അതുകൊണ്ടാണ്. കാട്ടാന ചവിട്ടിയ എൽദോസിന്റെ ആ ഒരു മൃതദേഹം ആദ്യം കണ്ടതിന്റെയും ആ ഒരു ഭയം ഇപ്പോഴും മനീഷിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയപ്പാട് ഒരിക്കലും ആളുകളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാതെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു അതിന്റെ എൽദോസിന്റെ ഓർമ്മകൾ മനസ്സിൽ തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് മനീഷ് പറയുന്നത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.